ആധാർ, റേഷൻ കാർഡ്, അന്ന് ഉച്ചക്ക് വെച്ച ചോറ് വരെ വിലക്കകത്തിരിക്കുക. എല്ലാ സാധനവും വെച്ച് കൂട്ടി വെച്ചു. മാർച്ച് മാസം 21-ാം തീയതി ബാങ്കിൽ നിന്ന് വന്നേച്ചും പറഞ്ഞ് 30-ാം തീയതിക്കുള്ളിൽ 3,18,000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം തിരിച്ചു കിട്ടും. അത് മേടിച്ച് വേറെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുവച്ചാൽ, ഞങ്ങളുടെ ബാങ്കിൽ പിന്നെ കിട്ടത്തില്ല, വേറെ ഏതെങ്കിലും ബാങ്കിൽ, പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ട് കൊടുത്താലും നിങ്ങൾക്ക് കാശ് മേടിച്ച് തരുന്നവരുടെ കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അത് 31-ാം തീയതി കഴിഞ്ഞാൽ 5,500,000 രൂപയും തരണം. വിട്ടുവീഴ്ചയൊന്നുമില്ല. അന്ന് ഞങ്ങൾ പോലീസുകാരും ആശാരിയായിട്ട് വന്ന് വീട് പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞു. കേരള ബാങ്കിന്റെ പുന്നപ്ര ശാഖയിൽ നിന്നും 2018-ലാണ് വീട് നിർമ്മാണത്തിനായി വായ്പ എടുക്കുന്നത്. 3 ലക്ഷം രൂപ വായ്പ എടുത്തതിൽ ആദ്യ ഗഡുക്കൾ കൃത്യമായി അടച്ചു വരികയായിരുന്നു. എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പ്രഭുലാലിന് ജോലിക്കിടെ അപകടത്തിൽ നട്ടെല്ലിന് ക്ഷതമേറ്റു. ഇതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും കടബാധ്യത 6 ലക്ഷത്തോളമായി വർദ്ധിക്കുകയും ചെയ്തു. വലിയ മനോവിഷമത്തിൽ ആയിരുന്നെന്ന് പിതാവ് അനിലൻ പറഞ്ഞു. മാർച്ച് 30-ന് ജപ്തി നടപടികൾ ഉണ്ടാകുമെന്നറിയിച്ച ബാങ്ക് അധികൃതർ 24-ാം തീയതി വീട്ടിലേക്കെത്തുകയും വീട്ടുപകരണങ്ങൾ പോലും മാറ്റാൻ സാവകാശം നൽകാതെ ജപ്തി ചെയ്യുകയുമായിരുന്നു. കുഞ്ഞ് പലരോടും പൈസ വെച്ചിട്ടുണ്ട്. ഉള്ളത് കിട്ടുന്നത് ഒരാൾ തരാന്ന് പറയുന്ന പലരോടും മേടിച്ച് കിട്ടുന്നതും കൊണ്ട് ബാങ്കിൽ ചെന്നിട്ട് ഇത്രയും കിട്ടി, ഇതെടുത്തൊരു ഉപകാരം ചെയ്യണം, പിന്നീട് ബാക്കി ഞങ്ങൾ പിന്നെ തരാം എന്ന് പറയാനുള്ള സാവകാശമില്ല. 24-ാം തീയതി 4 മണിയായപ്പോൾ അവർ പൂട്ടി എല്ലാം റെഡിയായി ഇറങ്ങി എഴുതുന്നുണ്ട്. ആധാർ, റേഷൻ കാർഡ്, അന്ന് ഉച്ചക്ക് വെച്ച ചോറ് വരെ വിലക്കകത്തിരിക്കുക. എല്ലാ സാധനവും വെച്ച് കൂട്ടി വെച്ചും